This video, we are going to discuss about excess pressure on a curved surface. അപ്പോൾ എന്താണ് നമുക്ക് എക്സസ് പ്രഷർ അല്ലേ? പ്രഷർ എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം. ദറ്റ് ഈസ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫസ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സർഫസിന് ഒരു എക്സസ് പ്രഷർ ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ ഹൗ ക്യാൻ ദർ എക്സസ് പ്രഷർ മീൻസ് ദർ ഷുഡ് ബി സം എമൗണ്ട് ഓഫ് പ്രഷർ ദാറ്റ് ഈസ് മോർ, കൂടുതലുണ്ട്. ദാറ്റ് മീൻസ് ദർ ഇസ് എ പ്രഷർ ഡിഫറൻസ് അല്ലേ? ഡിഫറൻസ് ഉള്ളപ്പോഴല്ലേ വി സേ സംതിങ് ഈസ് മോർ ഓർ ലെസ്. സോ ലെറ്റ് us ജസ്റ്റ് നോ അബൌട്ട് വാട്ട് ആർ ദ ഫ്രീ സർഫസസ് ഓഫ് എ ലിക്വിഡ്. ഒരു ലിക്വിഡിൻ്റെ ഫ്രീ സർഫസ് എങ്ങനെയൊക്കെ ആവാം? സി വി ക്യാൻ ഹാവ് എ ലിക്വിഡ് like this and it can have a free surface like this, and we can have a liquid surface of the form like this, and we can also have a liquid surface of the form like this. അല്ലേ, നമുക്ക് ഇങ്ങനെയും ലിക്വിഡ് സർഫസ് ആവാം, ഇങ്ങനെയും ലിക്വിഡ് സർഫസ് ആവാം. we have seen when we were studying അല്ലേ. see this is a plane surface. ഇതിനല്ലേ നമുക്കൊരു പ്ലെയിൻ സർഫസ് എന്ന് പറയാം അല്ലേ. സി ദ മോളിക്യൂൾസ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദിസ് സൈഡ് ആൻഡ് ഓൾസോ ദ മോളിക്യൂൾസ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദിസ് സൈഡ്. അതായത് ഓപ്പോസിറ്റ് സൈഡ്സിൽ അട്രാക്റ്റ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഈക്വലി അട്രാക്റ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ നിന്നും ഈക്വലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു, ഇവിടെയും ഈക്വലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. So the resultant force is 0. The resultant force due to surface tension is 0. തന്നല്ലോ. So when the liquid is having a plane surface. Now let us see what is happen. ഇവിടെയാണെങ്കിൽ നമുക്കിതൊരു curved surface ആണ് അല്ലേ. ഇതെന്ന് പറയുന്നത് ഒരു curved surface ആണ്. So there is a resultant force that is actually acting അല്ലേ. എങ്ങനെയാണ്? നമുക്കറിയാം, we know that a force, surface tension forces acts always on the tangent to the force അല്ലേ. ടാൻജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യണ ഫോഴ്സ് അല്ലേ. അപ്പോൾ സർഫസിന് ടാൻജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ടാൻജൻ്റ് ആയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പം there should be some normal component. ഈ നോർമൽ കമ്പോണൻ്റ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യണത്? ഈ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങോട്ടുള്ള ടാൻജൻറ്റിൻ്റെ നോർമൽ കമ്പോണൻ്റ് ഇങ്ങോട്ടാണ്. അതുപോലെ തന്നെ ഈ ടാൻജൻറ്റിൻ്റെ നോർമൽ കമ്പോണൻ്റ് ഈസ് ഇൻവേർഡ്സ്. സോ ബോത്ത് ദ നോർമൽ കമ്പോണൻറ്റ്സ് ആർ ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് ഹെൻസ് വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് ഈസ് പുള്ളിങ് ഇറ്റ് ഡൗൺവേർഡ്സ്. ദ ഡൗൺവേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ കൊഹസീവ് ഫോഴ്സ് കാരണം അതിന് എന്താണ്? ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ഇൻറ്റീരിയർ ഓഫ് ദ ലിക്വിഡ് അല്ലെ, അകത്തോട്ടാണ് വരുന്നത്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇവിടെ അകത്തോട്ട് വരുമ്പോൾ ഇവിടുത്തെ പ്രഷറാണ് കൂടുതൽ. സോ പ്രഷർ ഔട്ട് സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. സി വാട്ട് ഹാപ്പൻസ് ടു അവർ കോൺകേവ് സർഫസ്? ഇവിടെ എന്താണ് പറ്റുന്നത്? സി ഹിയർ ഓൾസോ വി ആർ ഗോയിങ് ടു ഡ്രോ എ ടാൻജൻറ്റ്. ദിസ് വിൽ ഹാവ് എ പെർപെൻഡിക്കുലർ ഔട്ട്വേർഡ് ഡയറക്ഷൻ. Similarly, we are going to draw a tangent here because surface tension always acts in a tangent to the surface. So what is happening? The force of upward force that is acting in the upward direction. The force is resultant force is acting in the upward direction. It is away from the surface. Hence it is having concave. അല്ലേ. അപ്പോൾ ഇങ്ങോട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ പ്രഷർ ഇൻസൈഡ് എന്താണ്? കുറവാണ്. ഇവിടെ അകത്ത് കുറവാണ് അല്ലേ, ഇത് പുറത്തോട്ട് കൂടുതലാണ് അല്ലേ. അതേസമയം ഇവിടെ ആയിരുന്നെങ്കിലോ അകത്തോട്ട് കൂടുതലാണ്, പുറത്തോട്ട് കുറവാണ്. സോ ലൈക്ക് ദിസ് വേ വി ആർ ഗെറ്റിംഗ് കർവ്ഡ് സർഫസസ് അല്ലേ. കോൺവെക്സും കിട്ടാം, അതുപോലെ തന്നെ എന്ത് പറയാം, കോൺകേവും കിട്ടാം അല്ലേ. ഇതെന്ന് പറയുന്ന ഒരു കോൺവെക്സ് അല്ലേ, ആൻഡ് ദിസ് ഈസ് എ കോൺകേവ് സർഫസ്. Therefore we can say that ഒരു curved surfaceന് equilibrium വരണമെങ്കിൽ there should be a pressure difference. There should be a pressure difference and the resultant force due to surface tension will be balanced by the excess force that is either acting on the concave side അല്ലേ. അപ്പം നമുക്കവിടെ എന്താണ് വേണ്ടത്? നമുക്ക് ഈ curved സർഫസിന് we need an equilibrium for the curved surface. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. വി ആർ ഗോയിങ് ടു ഡ്രോ ദ ടാൻജൻറ്റ്. കാരണം സർഫസ് ടെൻഷൻ ഫോഴ്സസ് ഓൾവേസ് ആക്ട്സ് ഇൻ എ ഡയറക്ഷൻ ടാൻജൻറ്റ് ടു ദ ഫോഴ്സ്. ഇതാണ് നമ്മളപ്പോൾ എക്സസ് പ്രഷർ പറയുന്നത്. സി വി ആർ ഹാവിങ്
കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് പറയാനാണെങ്കിൽ വിത്ത് ദിസ് ബിഫോർ ഗോയിങ് ടു ദിസ് ഡയഗ്രാം നമുക്ക് ഒന്നുകൂടെ പറയാം. സി വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദി എക്സസ് പ്രഷർ. സി വി ആർ ഹാവിങ് എ ബലൂൺ അല്ലേ, അല്ലെങ്കിൽ ഒരു സർഫസ് ഉണ്ട്. ആ സർഫസ് നമുക്ക് പറയാം സേ ലെറ്റ് ദിസ് ബി ദ സർഫസ് എ ബി സി ഡി. ഇതൊരു സർഫസാണ്, ഒരു ബലൂൺ ആയിക്കോട്ടെ, വാട്ട് എവർ ലെറ്റ് ഇറ്റ് ബി. നൗ വി ആർ ഗോയിങ് ടു ഫിൽ എയർ ഇൻ ടു ഇറ്റ്. നമ്മൾ എയർ വരുമ്പം എന്ത് പറ്റും? വെൻ യു ആർ ഫില്ലിങ് എയർ ടു എ ബലൂൺ ഹാവിങ് ദിസ് സർഫസ്, വാട്ട് വിൽ ഹാപ്പൻ? ദ സർഫസ് വിൽ സ്റ്റാർട്ട് എക്സ്പാൻഡിങ്. സർഫസ് എന്തായിട്ട് മാറും? എക്സ്പാൻഡ് ചെയ്യും. എന്താവും? എ എന്ന് പറയണത് എ ഡാഷ് ആയിട്ട് മാറും. സർഫസ് എക്സ്പാൻഡ് ചെയ്യില്ലേ, ഡി ഡി ഡാഷ് ആവും, സി സി ഡാഷ് ആവും. അതുപോലെ ബിയും എന്തായിട്ട് മാറി? ബി ഡാഷ് ആയി. കാര്യം കംപ്ലീറ്റ്ലി ഫിലിം അങ്ങ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ആ എക്സ്പാൻഷനാണ് നമ്മൾ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി ആർ ഷോയിങ് ഹിയർ. ഈ എക്സ്പാൻഷനാണ് നമ്മളിവിടെ കാണിക്കുന്നത്. സോറി, ദിസ് ഈസ് ദ എക്സ്പാൻഡഡ്. അപ്പോൾ ഇത് എ ബി സി ഡി ആയിരുന്നു അതിൻ്റെ ഒറിജിനൽ അല്ലേ. ബട്ട് ആഫ്റ്റർ സം ടൈം വെൻ യു ഫിൽഡ് എയർ ഇൻ ടു ഇറ്റ് ദ സർഫസ് എക്സ്പാൻഡഡ് ആൻഡ് ദ ന്യൂ സർഫസ്. അപ്പോൾ ആദ്യത്തെ സർഫസും രണ്ടാമത്തെ സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് സേ ലെറ്റ് ഇറ്റ് ബി ഡെൽറ്റ എക്സ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിട്ട് മാറും? ദിസ് വിൽ ബി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. Similarly, if this is y, what will happen? This is y plus delta y. And we know that this is again, നമ്മൾ അറിയാം ഇത് സ്പിയർ ആണ്. എവറിത്തിങ് ഈസ് കമ്മിങ്. ദാറ്റ് വിൽ സീ ഇൻ ദിസ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. അപ്പോൾ നമ്മൾ എന്താണ് പറയണത്? വി ആർ കൺസിഡറിങ് ദാറ്റ് the curved surface is at rest. The curved surface is at rest. അപ്പോൾ എന്ത് പറ്റും? The inward pressure. See, first our assumption was the curved surface is at rest. So what is going to happen? What is going to happen? The inward pressure, അതായത് അകത്തോട്ട് ആക്ട് ചെയ്യുന്ന പ്രഷർ ഡ്യൂ ടു സർഫസ് ടെൻഷൻ മസ്റ്റ് ബി ബാലൻസ്ഡ് ബൈ ദ എക്സസ് ബാലൻസ്ഡ് ബൈ. ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മളൊരു ഈക്വൽ പ്രഷർ കൊടുക്കണം അല്ലേ. ഈക്വൽ എക്സസ് ഓഫ് പ്രഷർ ആക്ടിങ് ഔട്ട്വേർഡ് അല്ലേ. അപ്പോൾ ഈ ഇൻവേർഡ് പ്രഷറിന് ഡ്യൂ ടു വാട്ട്? ഡ്യൂ ടു സർഫസ് ടെൻഷൻ ഈ ഇൻവേർഡ് എത്ര പ്രഷർ ആക്ട് ചെയ്യണോ സെയിം ഈക്വൽ മാഗ്നിറ്റ്യൂഡ് വി ഹാവ് ടു ഗീവ് ആൻ ഔട്ട്വേർഡ് ഫോഴ്സ്. ഓക്കെ, ആക്ടിങ് ഓൺ ദിസ് കോൺകേവ് സൈഡ്. എന്താണിത്? കോൺവെക്സ് ആണോ? അല്ല, കോൺകേവ് സൈഡ്. അപ്പോൾ ഇതാണ് നമ്മളുടെ അസംഷൻ. വിത്ത് ദാറ്റ് അസംഷൻ ലെറ്റ് us സ്റ്റാർട്ട് ദ ടോപ്പിക്. സോ വി ആർ ഹാവിങ് ആൻ ABCD ഫിലിം. ഓക്കെ, ഇറ്റ് ഈസ് എ സ്മോൾ കർവി ലീനിയർ റെക്റ്റാങ്കിൾ. ഒരു ചെറിയൊരു കർവി ലീനിയർ റെക്റ്റാങ്കിളാണ്. ഒരു കർവ്ഡ് ലിക്വിഡ് ഉണ്ട്. അതിൻ്റെ സൈഡ് AB എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് X ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് സേ O1 വരെയുള്ള ദൂരം നമ്മൾ എന്താണ് പറയുന്നത്? R1. ബിക്കോസ് ഇഫ് യു ആർ എക്സ്പാൻഡിങ് യു വിൽ ഗെറ്റ് എ സ്പിയർ. അപ്പോൾ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് O1 ആണ്. അതുപോലെ വി ആർ ഹാവിങ് എ സൈഡ് BC ആൻഡ് ദിസ് സൈഡ് ഈസ് BC ഈസ് ഹാവിങ് എ ലെങ്ത് Y ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് സേ O2. ദാറ്റ് ഈസ് വെരി ക്ലിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു O1 എന്ന് പറഞ്ഞാൽ R1 ആണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? BO2 BO2 or we can say CO2 is equal to R2 അല്ലേ. അപ്പം geometrically what we can say, the radius of curvature AO1 and BO2 ഇതിനെ നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ CO2 ഇതിനെ എന്ത് പറയാം? we can call it as principal radii of curvature. See, we are assuming that this to be a rectangle. ABCD ഒരു റെക്റ്റാങ്കിൾ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പറയുന്നത്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. So it is X into Y. Now we are going to study about the excess of pressure that is acting on the concave side. Let that excess of pressure be denoted by the letter P. Okay, see, when the liquid is at rest, liquid rest ആയിരിക്കുമ്പം ഈ AB
CD എന്ന് പറയുന്ന എലമെൻറ്റിൽ ഉണ്ടാവുന്ന ഔട്ട്വേർഡ് ഫോഴ്സ് നമുക്കറിയാം. സി പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. ഓക്കെ, നൗ സി വെൻ ദ ലിക്വിഡ് ഈസ് അറ്റ് റെസ്റ്റ്, the outward force that is going to act is equal to pressure into area. Now we are going to say, നമ്മൾ പറയുകയാണ് as usual we are going to say, see let the surface be expanded. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു ബലൂണിൻ്റെ കാര്യം പോലെ, let the surface be expanded to a small normal displacement, say delta z. ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അതായത് എ ഡാഷ് എന്ന് പറയുന്നിടത്തൊരു സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ എന്ത് പറ്റും? ഈ ABCD എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ് ആൻഡ് ഡി ഡാഷ്. ഈ ABCD എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ചേഞ്ച് ടു എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ് ആൻഡ് ഡി ഡാഷ്. ഓക്കെ, അപ്പം അങ്ങനെ വരണമെങ്കിൽ ഈ വർക്ക് ഡൺ ബൈ ദ എക്സസ് പ്രഷർ എന്തിനാണ്? എക്സ്പാൻഷൻ നടത്തിയില്ലേ? സോ വർക്ക് ഡൺ വി നോ ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് ഫോഴ്സ് ആണല്ലോ. എത്ര ഡിസ്പ്ലേസ് ചെയ്തു? നമ്മൾ പറഞ്ഞു ഡെൽറ്റ ഇസഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്തു. ആൻഡ് വി വിൽ അസ്യൂം ഇറ്റ് ടു ബി ആൻ ഇക്വേഷൻ 1 അല്ലേ. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? വി ആർ ഹാവിങ് എ റെക്റ്റാങ്കിൾ ഓഫ് ഏരിയ XY. നൗ വി ഹാവ് ഗിവൺ എൻ എക്സസ് പ്രഷർ ഓർ ഫിൽഡ് എയർ ഇൻ ടു എൻ ബലൂൺ. ഇറ്റ് ഹാസ് ബിക്കം എ ന്യൂ ഏരിയ റെക്റ്റാങ്കിൾ എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ്. ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എ നിന്ന് എ ഡാഷിലോട്ട് ഉണ്ടായത്. അത് ഡെൽറ്റ ഇസഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഈ എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ് വരാനുള്ള വാട്ട് ഈസ് ദ വർക്ക് ഡൺ? അതാണ് നമ്മൾ ചെയ്തത്. സോ വി കോൾ ഇറ്റ് ആസ്, ഓർ വി ഗോട്ട് ഇറ്റ് ആസ്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു P ഇൻറ്റു XY ഇൻറ്റു ഡെൽറ്റ ഇസഡ്. അപ്പം നമുക്കറിയാം എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. സി എക്സ് പ്ലസ് ഡെൽറ്റ എക്സും അല്ലേ, ലെങ്ത് ഓഫ് എന്താണ്? ലെങ്ത് ഓഫ് എ ഡാഷ്, ബി ഡാഷ് അല്ലേ. എ ഡാഷ്, ബി ഡാഷിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. അതുപോലെ y പ്ലസ് ഡെൽറ്റ വൈ വിൽ ഗിവ് യു ദ ലെങ്ത് ഓഫ് ബി ഡാഷ്, സി ഡാഷ്. ബി ഡാഷ്, സി ഡാഷിൻ്റെ ലെങ്ത് എത്രയാണ്? y പ്ലസ് ഡെൽറ്റ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ എന്ന് പറയുന്നത്, അതായത് ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് വൈക്ക് പകരം എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, വൈ പ്ലസ് ഡെൽറ്റ വൈ അല്ലേ. ഇതല്ലേ ഇൻക്രീസ് ഇൻ ഏരിയ. ഇൻക്രീസ് ഇൻ ഏരിയ മൈനസ് എക്സ് വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഡെൽറ്റ വൈ പ്ലസ് വൈ ഡെൽറ്റ എക്സ് അല്ലേ. ഈ എക്സ് വൈയും ഈ എക്സ് വൈയും കൂടെ ക്യാൻസലായിട്ട് പോവില്ലേ, മൈനസ് ആയിട്ട് പോവില്ലേ. ഇതാണ് നമ്മളുടെ ഇൻക്രീസ് ഇൻ ഏരിയ അല്ലേ. ഈ ഇൻക്രീസ് ഇൻ ഏരിയയും നമുക്ക് ഓൾറെഡി കിട്ടിയ ഏരിയ ഉണ്ട്. എത്രയാണ്? എക്സ് വൈ. സോ ദ ഡിഫറൻസ് വിൽ ഗിവ് യു ദ ഇൻക്രീസ് ഇൻ ഏരിയ. ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറയുന്നത് എക്സ് ഡെൽറ്റ വൈ പ്ലസ് വൈ ഡെൽറ്റ എക്സ്. ദിസ് പ്രോഡക്റ്റ് ഈസ് വെരി സ്മോൾ, സോ വി ക്യാൻ നെഗ്ലക്റ്റ് ഇറ്റ്. ദെയർഫോർ increase in surface energy. സർഫസ് എനർജിയിൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി നോ ദാറ്റ് ഈസ് സർഫസ് ടെൻഷൻ ഇൻറ്റു increase in area. So what is surface tension? Let it be denoted by the letter T. And increase in area നമുക്കറിയാം, x delta y plus y delta x അല്ലേ. സോ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. എന്തിനാണ്? വർക്ക് ഡൺ ഫോർ എക്സ്പാൻഡിങ്. എന്തിനാണ്? ഈ നമ്മുടെ ABCD എന്തായിട്ട് മാറി? എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ് ആയിട്ട് മാറി അല്ലേ. അപ്പോഴുള്ള ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതി വെച്ചത്? വാട്ട് വാസ് ദ വർക്ക് ഡൺ? പി ഓഫ് എന്തായിരുന്നു വർക്ക് ഡൺ? പി ഓഫ് എക്സ് വൈ ഡെൽറ്റ ഇസഡ് അല്ലേ. ഈ വർക്കും എന്തായിട്ട് മാറി? ദാറ്റ് വിൽ ബി ഈക്വൽ, ദാറ്റ് ഈസ് പി എക്സ് വൈ ഡെൽറ്റ ഇസഡിന് വേണ്ടിയുള്ള വർക്കാണ് ചെയ്തത്. ആര്? ഫോഴ്സ് ആയിരുന്ന പിയും എക്സ് വൈ അല്ലേ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടി ഓഫ് എക്സ് ഡെൽറ്റ വൈ പ്ലസ് വൈ ഡെൽറ്റ എക്സ് അല്ലേ. വൈ ഡെൽറ്റ എക്സ്. ദാറ്റ് മീൻസ് ദാറ്റ് പി ഈസ് ഈക്വൽ ടു, നമുക്ക് പി എ എന്തെഴുതാം? നമുക്ക് പി എ വേണമെങ്കിൽ ഇങ്ങോട്ട് എഴുതിയിട്ട് ടി ഓഫ് എക്സ്
delta y plus y delta x divided by xy അല്ലേ, എക്സ് വൈ ഡെൽറ്റ ഇസഡ്. എക്സ് വൈ ഡെൽറ്റ ഇസഡ് അതായത് ടി ഇൻറ്റു ഇത് ആദ്യത്തെ ടേമിൽ വരുമ്പോൾ എന്താവും, എക്സും ക്യാൻസൽ ആവും അല്ലേ. അപ്പം നമുക്ക് ആരെ കിട്ടും, 1/y ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഇസഡ്. രണ്ടാമത്തെ ടേമിൽ വരുമ്പോൾ ആരാര് ക്യാൻസൽ ആവും, വൈയും ക്യാൻസൽ ആവും. സോ വി വിൽ ഗെറ്റ് 1/x ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ഇസഡ്. ദാറ്റ് ഈസ് അവർ എന്താണ്, വാട്ട് ഈസ് ദാറ്റ്, ദാറ്റ് ഈസ് അവർ എക്സസ് ഓഫ് പ്രഷർ അല്ലേ. ഇതാണ് നമ്മളുടെ എക്സസ് ഓഫ് പ്രഷർ എന്ന് നമ്മൾ പറയുന്നത്. നൗ സി വി ആർ ഗോയിങ് ടു കമ്പയർ അവർ സിമിലർ ട്രയാങ്കിൾസ് ABO1 അല്ലേ. ABO1 ഇവിടെയുണ്ട്, ABO1. സിമിലർലി A', B', O1 ആൻഡ് ABO1. ഈ രണ്ട് സിമിലർ ട്രയാങ്കിൾസിനെ നമ്മൾ കൺസിഡർ ചെയ്തു അല്ലേ. അതായത് സോ ഫോർ സിമിലർ ട്രയാങ്കിൾസ് ആകുമ്പോൾ വി നോ A', B' ബൈ A', വിൽ ബി ഈക്വൽ ടു AB ബൈ AO1. അതിലെ സിമിലർ ട്രയാങ്കിൾസിൻ്റെ റൂൾസ് A', B' ബൈ A', വിൽ ബി ഈക്വൽ ടു AB ബൈ AO1 അല്ലേ. AO1 ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്, അത് R1 ആണ് അല്ലേ. ഈ A', B' എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്, നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആൻഡ് വി വിൽ റീഅറേഞ്ച്. വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ R1 പ്ലസ് ഡെൽറ്റ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ R1. ഓക്കെ, ബിക്കോസ് ഇവിടെ A', O' എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡെൽറ്റ ഇസഡിൻ്റെ കൂടെ ആരെ കൂടെ ആഡ് ചെയ്യണം, R1 കൂടെ ആഡ് ചെയ്യണം. സോ ഡയറക്ട്ലി ഐ ഹാവ് റിട്ടേൺ R1 പ്ലസ് ഡെൽറ്റ ഇസഡ് അല്ലേ. അതായത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് നമുക്ക് റീഅറേഞ്ച് ചെയ്യണേ, ഡിവൈഡഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് ഡെൽറ്റ ഇസഡ് ഡിവൈഡഡ് ബൈ R1. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇത്, 1 പ്ലസ് ഡെൽറ്റ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഡെൽറ്റ ഇസഡ് ബൈ R1. ഓക്കെ, നമുക്ക് അങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, ദാറ്റ് മീൻസ് ദാറ്റ് ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ടല്ലേ. ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽറ്റ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇസഡ് ബൈ R1. ഓർ also we can write that 1 by R1 is equal to 1 by x into delta x by delta z. എഴുതിക്കൂടെ. ഇതുപോലെ തന്നെ we can consider say BCO2 and B'C'O2 similar triangles. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, BCO2, B'C'O2. ഏതൊക്കെയാണ്, ആദ്യം നമ്മൾ ഈ സൈഡാണ് കമ്പയർ ചെയ്തത്. നൗ സിമിലർലി വി ആർ ഗോയിങ് ടു കൺസിഡർ ദിസ് സൈഡ് ആൻഡ് വെൻ വി ആർ ഡൂയിങ് വാട്ട് വി വിൽ ഗെറ്റ്, സിമിലർലി വി ക്യാൻ ഗെറ്റ് 1 by R2 is equal to 1 by y delta y by delta z അല്ലേ. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയായിരുന്നു, നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഇതായിരുന്നു. P is equal to 1 by t, 1 by delta, 1 by y, delta y by delta z, 1 by x, delta x by delta z അല്ലേ. അത് നമുക്ക് കിട്ടി. എന്തൊക്കെയാണ്, 1 by x, delta x by delta z എന്ന് പറഞ്ഞാൽ 1 by R1, 1 by y, delta y by 1 by R2. So we will substitute in that particular equation and we will be getting 1 by R1 plus 1 by R2. So if one of the curvature, so we see now ഇനി നമ്മൾ പറയാം, ഇതിൽ ഒരു കർവേച്ചർ കോൺകേവും ഒന്ന് കോൺവെക്സും ആണെങ്കിൽ എന്ത് പറ്റും, ഓപ്പോസിറ്റ് സൈനായിട്ട് മാറും. 1 by R1 മൈനസ് 1 by R2. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ എന്താ എഴുതാം, ഇത് കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് എന്ന് അങ്ങോട്ട് എഴുതാം. ഇപ്പം ലിക്വിഡ് സർഫസിന് 2 സർഫസ് ഫിലിംസ് ഉണ്ടല്ലേ. ഒരു ലിക്വിഡ് സർഫസ് എന്ന് പറഞ്ഞാൽ മുകളിലും ഉണ്ട് താഴെയും ഉണ്ട്. സോ ഇറ്റ് വിൽ ബിക്കം 2t ഇൻറ്റു 1 by R1 പ്ലസ് ഓർ മൈനസ് 1 by R2
അല്ലേ? ഇനി നമുക്ക് 2-3 ഒരു സ്പെഷ്യൽ കേസ് എടുക്കാം. ആദ്യത്തത്, ലെറ്റ് us കൺസിഡർ ഫോർ എ സ്പെറിക്കൽ സർഫസ്. ഒരു സ്പെറിക്കൽ സർഫസിനാണെങ്കിൽ നമുക്ക് എന്താണ്, സി ഇൻ ദ സ്പെറിക്കൽ സർഫസ് ദാറ്റ് ഈസ് എയർ ബബിൾ ഇൻസൈഡ് എ ലിക്വിഡിന് വി ക്യാൻ സേ R1 = R2 = R. അപ്പോൾ R1ഉം R2ഉം = R ആണെങ്കിൽ P = T × 1/R + 1/R അല്ലേ? R1ഉം R2ഉം ഈക്വൽ അല്ലേ? അപ്പം നമ്മളെ പ്രഷർ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2T/R അല്ലേ? ആൻഡ് ഇൻ ദ കേസ് ഇഫ് യു ആർ ഹാവിങ് 2 സർഫസസ്, ഒരു ലിക്വിഡ് ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു എയർ ബബിളിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത്, സി വി ആർ ഹാവിങ് 2 സർഫസസ് ഓഫ് എ സോപ്പ് ബബിൾ. സോപ്പ് ബബിൾ ആണെങ്കിൽ എന്താണ്? P = 2 × കാര്യം അതിന് 2 സർഫസ് ഇല്ലേ? ഇറ്റ് വിൽ ബി 4T/R. ഇറ്റ് വിൽ ബി 4T/R. ഇനി ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആണെങ്കിലോ R2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് പോകും. R2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് പോകും. അപ്പം നമുക്ക് എന്തേ വരുള്ളൂ? P = T × 1/R എന്നേ വരുള്ളൂ. ഓക്കെ. ഇനി ഒരു കാറ്റനോയിഡ് ആണെങ്കിൽ, അതായത് റവല്യൂഷൻ സമയത്താണെങ്കിൽ പ്രഷർ ഡിഫറൻസേ ഇല്ല, അതായത് P = 0. P 0 ആണെങ്കിൽ എന്താണ് അർത്ഥം? 1/R1 ± 1/R2 = 0. Okay, so this is what we can say about excess pressure of a drop. അല്ലേ? അപ്പോൾ എക്സസ് പ്രഷർ എന്താണ് നമ്മൾ പറഞ്ഞത്? We have told that there are three surfaces mainly. ഒരു പ്ലെയിൻ സർഫസ് കാണാം, കോൺകേവ് കാണാം, കോൺവെക്സ് കാണാം അല്ലേ? അതൊക്കെ എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ജസ്റ്റ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ പ്രഷർ ദാറ്റ് ഈസ് ആക്ടിങ് ഇൻവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് us കൺസിഡർ എ പ്രഷർ ഓഫ് ഒരു എക്സസ് പ്രഷർ ഓൺ എ കർവ്ഡ് സർഫസ് ആണ് നമ്മൾ പറഞ്ഞത്. വി വെയർ ഹാവിങ് എ ഫിലിം ABCD. എക്സും വൈയും ആയിരുന്നു അതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. വി ഹാവ് ഫിൽഡ് എയർ ഓർ ഡ്യൂ ടു എക്സസ് ഓഫ് പ്രഷർ ഇറ്റ് ഹാസ് എക്സ്പാൻഡഡ് ടു എ ന്യൂ ഫിലിം, സേ A', B', C', D'. അതൊരു ΔZ എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് എക്സ്പാൻഡ് ചെയ്തത്. ഇൻ സച്ച് എ വേ ദാറ്റ് ലെങ്ത് ഓൾസോ ഹാസ് ബിക്കം ഗ്രേറ്റർ. എക്സ് എന്ന് പറയുന്നത് Δx കൂടെ കൂടി പുതിയ ഫിലിമിന്, വൈ എന്ന് പറയുന്നത് Δy കൂടെ കൂടി. നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ വി ഗോട്ട് ഇറ്റ് ആസ് ഏരിയ XY എന്ന് നമുക്കറിയാം. അപ്പോൾ എത്രത്തോളം വർക്ക് ചെയ്തു, എക്സസ് വർക്ക് എത്രയാണ് ചെയ്തത് ഇതിനാവാൻ വേണ്ടി, ദാറ്റ് വി ഹാവ് ഫൗണ്ട് ഔട്ട്. ഇനി അതിൻ്റെ ഇൻക്രീസ് ഇൻ ഏരിയ എന്ത് പറ്റി? അപ്പോൾ ഇൻക്രീസ് ഇൻ ഏരിയ നമ്മൾ എത്ര ഏരിയ ഇൻക്രീസ് ചെയ്തു എന്ന് നമ്മൾ കണ്ടു. ദെൻ വി ഹാവ് കമ്പയർഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആൻഡ് വി ഗോട്ട് ദ റിസൾട്ട് ആസ് പ്രഷർ എന്ന് പറയുന്നത് T × 1/R1 ± 1/R2. ഓക്കെ, താങ്ക് യു.